നിലവിലെ അന്തരീക്ഷത്തിൽ ഇന്ത്യക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് മുന്നേറാൻ വേണ്ടിയിട്ട് എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിലപാട് എടുക്കേണ്ടത്? ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇന്ത്യയും ഇറാനും തമ്മിലോ അല്ലെങ്കിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലല്ല. യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ, അമേരിക്ക സഖ്യകക്ഷികളും അതോടൊപ്പം ഇറാനും തമ്മിലാണ്. ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും, അത് ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, പാകിസ്ഥാൻ, ആരുമായിക്കോട്ടെ, ഏതൊരു രാജ്യത്തിനും അവരവരുടെ രാജ്യ താല്പര്യങ്ങൾക്കും അവരവരുടെ ജനതയുടെ പ്രൊട്ടക്ഷനുമാണ് ഏറ്റവും കൂടുതൽ ഈ മാറിയ ലോകക്രമത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിലവിലെ അന്തരീക്ഷത്തിൽ ഇന്ത്യക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് മുന്നേറാൻ വേണ്ടിയിട്ട് എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് നിലപാട് എടുക്കേണ്ടത്? ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷേ ഏറെക്കാലമായിട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ടൊരു വിമർശനം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു കരാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒപ്പിട്ടല്ലോ, വ്യാപാര കരാർ ഒപ്പിട്ടല്ലോ. ആ വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിടുകയുണ്ടായില്ല. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് കരാർ ഒപ്പിടുന്ന വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. ഒന്നും പുറത്തുവിട്ടില്ല. പകരം നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആധികാരികമെന്ന പോലെ ട്രംപാണ് പറഞ്ഞിരുന്നതെന്ന്, ഇല്ലേ? ട്രംപാണ് പ്രഖ്യാപിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിക്കും. ഇന്ത്യയുടെ കാര്യം ഞാൻ പറഞ്ഞോളാം, ഞാനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി, ഞങ്ങൾ പറയും, നിങ്ങൾ എന്തിനാണ് ഇന്ത്യയുടെ കാര്യം പറയും, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ കാര്യം പറയൂ എന്ന് പറയേണ്ടതല്ലേ? അത് ഏതൊരു ഇന്ത്യക്കാരനും തോന്നുന്നൊരു കാര്യമല്ലേ? ഞാൻ ഓർക്കുന്നു, ആ സമയത്ത് അമേരിക്കൻ കൃഷി വകുപ്പ് സെക്രട്ടറി ബ്രൂക്കർ ഒരു പ്രസ്താവനയിലൂടെ ട്രംപിനെ അഭിനന്ദിച്ചു. ബ്രൂക്കർ അഭിനന്ദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ആ പ്രസ്താവനയിൽ പരാമർശിച്ച ഒരു വാചകം, അമേരിക്കയിലെ കൃഷിക്കാരുടെ, അമേരിക്കൻ കർഷകരുടെ താല്പര്യങ്ങളെ പരിപാലിച്ചതിന് ട്രംപിന് അഭിനന്ദനം എന്നാണ്. അവിടുത്തെ കർഷകരുടെ താല്പര്യമാണ് ആ കരാറിൽ പരിപാലിക്കപ്പെട്ടത്. അതാണ് വന്നൊരു പ്രശ്നം. എല്ലാ സമയത്തും ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് കൂടുതൽ കേന്ദ്ര സർക്കാരിനെയൊക്കെ പിന്തുണയ്ക്കുന്നൊരു പത്രമാണ് നമ്മുടെ മാതൃഭൂമി പത്രം. പക്ഷെ മാതൃഭൂമി പത്രം പോലും അന്ന് എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ തലക്കെട്ട് രാജ്യദ്രോഹ കരാർ എന്നായിരുന്നു. ദേശാഭിമാനിയോ അല്ല, മാതൃഭൂമിയിലെ അന്നത്തെ ലേഖനത്തിൻ്റെ തലക്കെട്ട് രാജ്യദ്രോഹ കരാർ എന്നായിരുന്നു. അപ്പോൾ ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്നു, അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ കാര്യം ഇന്ത്യൻ ഭരണാധികാരി പറയുന്നതിനേക്കാൾ മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, നിങ്ങളൊക്കെ എൻ്റെ കീഴിലാണ്, ഞാൻ പറയുന്നത് കേട്ട് നടന്നുകൊള്ളണം എന്ന നിലയിലുള്ള ഒരു ആജ്ഞ ആ സമയത്തൊന്നും നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു വന്നത്.